സായ് സുദർശൻ ഇംഗ്ലണ്ടിൽ ഡെബ്യൂ ചെയ്യുന്നു. ആദ്യത്തെ മാച്ചിൽ 0-30, അത് കഴിഞ്ഞ് ഡ്രോപ്പ്. പിന്നെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ടെസ്റ്റ് കളിക്കുന്നില്ല, നാലാമത്തെയും അഞ്ചാമത്തെയും കളിക്കുന്നു, അതിൽ ഒരു 50 അടിക്കുന്നു. പിന്നെ ഇവിടെ നാട്ടിൽ വന്നിട്ട് വെസ്റ്റ് ഇൻഡീസിനെതിരെ 2 ടെസ്റ്റ് കളിക്കുന്നു. ആദ്യത്തേൽ പരാജയപ്പെട്ടു, രണ്ടാമത്തേൽ 87 റൺ എടുക്കുന്നു. പിന്നീട് വരുന്ന ടെസ്റ്റിൽ ഇല്ല, കൽക്കട്ടയിൽ കളിക്കുന്നില്ല. അപ്പം എന്തായിരിക്കും 23 വയസ്സായ ഒരു കളിക്കാരൻ്റെ മനസ്സിൽ എന്തായിരിക്കും? ടീം മാനേജ്മെൻറ്റിന് നിങ്ങളെ വിശ്വാസമില്ല, പിന്നെ നിങ്ങൾക്ക് തന്നെ എന്ത് വിശ്വാസം ഉണ്ടാവാൻ? ഇപ്പം നേരത്തെ ഞാൻ വാഷിങ്ടൺ സുന്ദറിൻ്റെ കാര്യം പറഞ്ഞു. ഈ ബാറ്റിംഗ് പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ എന്ത് ഈ കുട്ടികൾ കളർ ചെയ്യണ പോലെ ഇങ്ങനെ വരകളാണ്, ഒരു ഇതുമില്ല. പിന്നെ ഏത് ബോളറെ പിക്ക് ചെയ്യുന്നു? 6 ബോളർമാർ ഇന്ത്യൻ പിച്ചിൽ. സാധാരണ ഒരു ടീമും 4-5 ബോളർമാരിലധികം യൂസ് ചെയ്യാറില്ല ടെസ്റ്റ് ക്രിക്കറ്റിൽ. ഇത് T20 ഒന്നും അല്ല. അപ്പോൾ ഏറ്റവും നല്ല കളിക്കാരെയാണോ നിങ്ങൾ സെലക്ട് ചെയ്യണം? അതല്ല. എന്താണ് ഇതിൻ്റെ സെലക്ഷൻ്റെ ക്രൈറ്റീരിയ? രഞ്ജി ട്രോഫി ആണോ? അല്ല. അതിൽ റൺസ് എടുക്കണവരെ എടുക്കുന്നില്ല. പിന്നെ എന്ത് നോക്കിയിട്ടാണ്? പിന്നെ ഇപ്പോൾ ശുഭ്മൻ ഗില്ലിൻ്റെ പരുക്ക്, അതൊരു വലിയ കാരണമാണ് ഈ പരാജയത്തിന്. എന്തിന് ശുഭ്മൻ ഗില്ല് ഓസ്ട്രേലിയയിലെ എല്ലാ കളിയും കളിച്ചു? അത് നിർബന്ധമായിരുന്നു. ഇപ്പൊ സഞ്ജു സാംസൺ, പല കളിക്കാരും, സഞ്ജുവിന്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, പലരും ആ സ്ക്വാഡിൽ ഉണ്ടായിരുന്നു ഓപ്പൺ ചെയ്യാൻ പറ്റണം. എന്തിന് നിങ്ങൾ ഗില്ല് 5 മാച്ചും കളിപ്പിച്ചു, എന്നിട്ട് തിരിച്ചിവിടെ 2 ദിവസം മുമ്പാണ് ഇവിടെ തിരിച്ചെത്തണത്? ഈ ഇങ്ങനത്തെ ഒരു പരിക്കിന്റെ ചരിത്രമുള്ള ഒരു കളിക്കാരനെ കഴിഞ്ഞ സീസൺ ന്യൂസിലൻഡായിട്ടൊരു മാച്ച് മിസ് ചെയ്തു, ഇതേ പ്രോബ്ലം ആയിട്ട്. അപ്പം ഇതൊന്നും നമ്മൾ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഒരു സീരീസ് പോയിട്ട് ജയിക്കുന്നു വിചാരിച്ചാൽ അത് വളരെ മോശമായൊരു ടീമിൻ്റെ എതിരെ നടക്കുകയായിരിക്കും. ഇവർ ലോക ടെസ്റ്റ് ചാമ്പ്യന്മാരാണ്.